ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണേ. ചെറിയുള്ളി തന്നെ എടുക്കണേ. ചെറിയുള്ളിയാണ്, വട്ടത്തിലരിഞ്ഞ ചെറിയുള്ളി വേണം. വാളംപുളി നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. പിന്നെ കുറച്ച് ഒരു 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ. നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാം. കടുക്, ഉലുവ ഇട്ട് കൊടുക്കണം. ഇത് നല്ലൊരു ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനിയും ഉലുവയും കടുവും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് നല്ലപോലെ ഇളക്കണം. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാമേ. നല്ല ഇനി അവിടെ നിന്ന് വാടട്ടെ. പിന്നെ ഈ വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഇടയ്ക്ക് ചേർത്തില്ലായിരുന്നു, അത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഉള്ളി വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രം മതി. ഇതിനകത്ത് വേറൊന്നും ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം അതൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യം, ശകലം, ഒരുപാട് വേണ്ട, ഒരു വളരെ കുറച്ച് ശർക്കരപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ശർക്കരയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം, നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് തീ നല്ലപോലെ കുറച്ച് വെച്ചേക്കണം. പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി